inside my house. The fire sprinkler is here inside my house, and some bastards are doing impersonation actually. And this even this one murderer is there, Vasudevan. Even his daughter and his son-in-law. Even these criminals are doing this type of activities, impersonation. Now he is doing impersonation, and he inside this house. These criminals are doing impersonation, and so many people are there who are doing impersonation. I am inside my house. This is Sahadeva Mandiram, not anywhere else. This is my house, okay? And these criminals are always doing all these things and applying laser onto my whole head everywhere, and to make my hair fall this and that. And in a red car actually, I have seen, and it got stopped with this western side of my house. And I don't know, from there they are coming just 100 meters from my house. Their house is actually, and then it got stopped just near the boundary wall, western side of my house. And I don't know why these all criminals are stopping here and there to do all these things are for doing impersonation as me and going somewhere else. There is no need for me to go anywhere. This is my house, Sahadeva Mandiram. I will never ever go from this place. I am here inside my house. മനുഷ്യർക്ക് ജീവിക്കണ്ടായിരുന്നു കുറെ ആൾമാര് കാരണം. എന്തുവാണ് ഇങ്ങനെ ഫോൺ വിളിച്ച് മണിക്കൂറുകളിൽ കഥയുണ്ടാക്കാൻ ജോലി? എത്രയും പെട്ടെന്ന് പെട്ടെന്ന് പോകാൻ ശ്രമിക്കാറ്. മക്കളെ പറയാനും കഴിയുമല്ലോ. ലീലയും ശാന്തയും ഒക്കെ ചെന്ന് പുള്ളിപ്പുറമേ കണ്ടെങ്കിൽ അവളുമാർക്ക് വലിയ വലിയ വീടുകളുണ്ടല്ലോ, പിടിച്ചു നിർത്തരുതോ? വലിയ വലിയ മൺമാളികളുണ്ടല്ലോ ഇവളുമാർക്കെല്ലാം. ഇവളുമാർക്ക് മുള്ളിപ്പുറമേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവളുമാർക്ക് പിടിച്ചോണ്ട് നിർത്തത്തില്ലയോ? ഓ, ഇവിടുന്ന് പോകല്ലേ എന്നൊക്കെ പറയാൻ എന്താ മുള്ളിക്കുളങ്ങരയെന്ന്. ഇവളുമാർക്ക് വലിയ വലിയ മണിമാളിക ഉണ്ടല്ലോ, പിടിച്ചു നിർത്തരുതോ ഇവളുമാർക്ക്? വലിയ വാതിലടിക്കുന്നത് കേട്ടാൽ. ഒരു കൊലപാതകി ഉണ്ട്, അവന്റെ ഇപ്പൊ മോളും മരുമോനും കൂടെ ഇപ്പൊ നാടകം മുഴുവൻ. ഒരു കൊലപാതകി ഇവിടെ കിടപ്പുണ്ട്, ഒറ്റക്കുത്തിന് കൊന്ന ഒരു കൊലപാതകി ഉണ്ട്. ഒറ്റക്കുത്തിന് അനിയപ്പൻ എന്ന് പറയുന്ന അവനെ ഒറ്റക്കുത്തിന് ഈ കരടിന്റെ സൈഡിലെങ്ങാണ്ടാണ് ഒറ്റക്കുത്തിനായ അവനെ വകവരിച്ചു. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോകുന്ന വഴിക്ക് ഞാൻ ഫോട്ടോയ്ക്ക് അകത്തിക്കൊണ്ട് പോയി ആശുപത്രിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി കത്തി ഇങ്ങനെ കൊണ്ട് ഇതാക്കിയിട്ടാണ് പോയത്. അപ്പോഴേ കത്തവൻ. അങ്ങനത്തെ ഒരു കൊലപാതകി ഉണ്ട് ഇവിടെ അടുത്ത്. അവന്റെ മോളും മരുമോനും കൂടെ ഇപ്പം ഡ്രാമയല്ല, അവളുടെ മോനും മരുമോളും, അവളുടെ മോളും മരുമോളും പല പല ആൾക്കാരാണ് പലയിട്ടിരുന്നുണ്ട്. ഇതുമാർക്കൊന്നും വേറെ ജോലിയൊന്നും ഇല്ല, ഇത് നടക്കുക. അങ്ങനെ പറഞ്ഞ ഓരോരുത്തർ അവള് ഇവിടെ ഇറങ്ങി ഇങ്ങനെ ഇവിടെ കൂടെ നടപ്പായിരുന്നില്ല. നാട്ടിലെ പോലെ അവന് രാവിലെ ഇങ്ങനെ നടക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അവളുടെ കൊച്ചിനെ കൊണ്ട് വെച്ചിട്ട് അവിടെ വെച്ചിങ്ങനെ ഞാൻ കുടുംബത്തിൽ കലയിപ്പിക്കുമായിരുന്നു. ഓറൊക്കെ ഞാൻ എടുത്താക്കിയിട്ടൊക്കെ എല്ലാം നിന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ കുടുംബത്തിലുള്ള കൊച്ചുങ്ങൾ കിടക്കിലായിരുന്നു. ഗ്രാമങ്ങളായിരുന്നു കൊണ്ടോ ഇതുപോലെ ഞാൻ കുടുംബത്തിലൊക്കെ കയറുന്ന കൊച്ചിനെ ഞാൻ കൊച്ചിനെ കുളിക്കാൻ പറ്റും. ഏത് കൊച്ചാന്ന് ആർക്കറിയാം? ഈ തന്നെ ആൾക്കാരൊക്കെ വലിയ കൊച്ചുങ്ങളെ കുളിക്കാറ് എന്തെല്ലാം കേൾക്കണം കൊണ്ടൊക്കെ ഇങ്ങനത്തെ കഥകൾ. ഞാൻ കുളിമുറിയിലൂടെ കയറുന്ന എന്നും ഒന്ന് കൊച്ചുങ്ങൾ കളിക്കില്ല. അത് എന്നും ഞാൻ കുളിമുറിയിൽ കയറുന്ന കൊച്ചുങ്ങൾ കളിക്കും. അല്ലേ അതാ ഞാൻ കേൾക്കണ്ടോ എന്നും ഞാൻ കുളിമുറിയിൽ കയറിക്കുന്ന കൊച്ചുങ്ങൾ തന്നെയാണ്. ഒരു മണിക്കൂർ ഇവരായിപ്പോ ഏതോ ഒരു കൊച്ചുണ്ടല്ലോ, അപ്പം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പോവാ ആദ്യം ഒരു ദിവസം കൊണ്ട് ഗർഭവും കഴിക്കും, ഒരു ദിവസം കൊണ്ട് കല്യാണവും കഴിക്കും, ആ ദിവസം തന്നെ എല്ലാ ഗർഭവും കഴിക്കും, പ്രസവിക്കുകയും ചെയ്യും.
കഥയായി ഉണ്ടാകുന്നത് മനസ്സിലാവുന്നില്ല. എത്ര വയസ്സുകളുടെ കഥയായി ഉണ്ടാകുന്നത്? വെച്ച കഥ, പഠിച്ച കഥ. ഒരാള് യാത്രയിലാണ് നടക്കുക, അങ്ങനെ നടക്കുന്ന അവള് എന്തെല്ലാ ഇങ്ങനെ നടക്കുന്ന പൊതിഞ്ഞു കെട്ടി നടക്കുക. ഒരാൾ വടക്കേലുള്ള ഒരു എനിക്ക് ഇങ്ങനെ ഗർഭമാണെന്ന് പറഞ്ഞു. നമുക്ക് ഗർഭമാണെന്ന് പറഞ്ഞാൽ 2019 മുതലൊക്കെ ഡ്രാമയായിരുന്നത്. ഓൺലൈൻ ഇരിക്കുന്നു, ഒരാളെ മോനെ ഓൺലൈൻ ഇരിക്കുന്നു, മറ്റേത് എന്തൊക്കെ കഥകൾ കേൾക്കണം. ഒരു ദൈവങ്ങളെ ഇവരെയൊക്കെ നാക്ക് താന്ന് ചാവണേ ഭഗവാനെ. നാക്കും കയ്യും എല്ലാം താന്ന് തേവടിക്കുന്നുണ്ടോ ഭഗവാനെ? നാക്കും പറയുമെന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യം തന്നെ പറഞ്ഞു പിടിപ്പിക്കുന്ന തേവടിക്ക്